സിദ്ധു എന്തിനാ ആ ഡിവൈഎസ്പിയെ വിളിച്ചത്? ഒന്ന് തെളിച്ച് പറ പ്രഭ. അരുന്ധതിയുടെ കാര്യത്തിനു വേണ്ടി ഡിവൈഎസ്പിയെ വിളിച്ചത് എന്തിനാണെന്ന്. അതെന്തൊരു ചോദ്യ? ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ? ഒരാളെ കാണാതായ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ എനിക്കും ബാധ്യതയില്ലേ? നാട്ടിൽ എത്രയോ പേരെ കാണാതാവുന്നുണ്ട്. അതിനെല്ലാം സിദ്ധു ഇടപെട്ടുകൊണ്ടിരിക്കുകയാണോ? എന്താ തന്റെ പ്രശ്നം? ഞാൻ അരുന്ധതിയുടെ പ്രശ്നത്തിൽ ഇടപെട്ടതാണോ? അതും ഒരു പ്രശ്നം തന്നെയാ. എന്നെ തോൽപ്പിക്കാൻ നടക്കുന്നവളാണ് അരുന്ധതി. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സിദ്ധുവും എനിക്ക് വേണ്ടി അവളെ വെല്ലുവിളിച്ചില്ലേ? എന്നിട്ടിപ്പോ പെട്ടെന്ന് ഈ രീതിയിൽ മാറുകയെന്ന് വെച്ചാ? ഞാൻ മാറിയതൊന്നുമല്ല. രാമപുരത്തെ ഓരോ വോട്ടർക്കും വേണ്ടി ദേവിക ഇടപെട്ടേ പറ്റൂ. അപ്പോ എന്നാൽ കഴിയും വിധം ദേവികയെ സഹായിക്കണം. എന്താച്ചാ? ഒന്നുമില്ല. ഞാൻ ഡിവൈഎസ്പിയോട് സംസാരിച്ചത് പ്രഭയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വിളിക്കാൻ പാടില്ലായിരുന്നു. അമ്മേ, പലയിടത്തുനിന്നും പ്രഷർ ചെന്നാലേ ഡിവൈഎസ്പിക്ക് ചൂട് വരൂ. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ പോലീസുകാര് വേണ്ട രീതിയിൽ ഈ കേസ് അന്വേഷിക്കത്തുള്ളൂ, കണ്ടുപിടിക്കത്തുള്ളൂ. നോക്ക് പ്രഭ, നമ്മുടെ നന്ദനെ പോലെ ഒരാളെ കാണാതായിരിക്കുന്നത്. ഇവനെക്കാളും ചെറുപ്പം. ഏതെങ്കിലും ദുഷ്ടന്മാർ കൊന്നതാണോ ഒന്നും അറിയില്ല. കൊന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് കൊല്ലട്ടെ. ഒന്ന് നോക്കിയാ അവൻ കൊല്ലപ്പെടേണ്ടവൻ തന്നെയാ. അമ്മേ, ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. ഞാൻ തർക്കിച്ചതല്ല, മനഃപൂർവ്വം വേദനിപ്പിക്കാൻ പറഞ്ഞതുമല്ല. നമുക്കൊരു സമാധാനം വേണം, അങ്ങനെ പറഞ്ഞതാ. പ്രഭ എന്താ ഇങ്ങനെ? അച്ഛാ പോട്ടെ. ഋഷി അമ്മയോട് കാണിച്ചിട്ടുള്ളത് അമ്മയ്ക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞതാവും. എന്നാലും ഈ രീതിയിലൊക്കെ എടാ മോനെ, പ്രഭയ്ക്കിപ്പോ ഒരു ചേഞ്ച് വന്നായിട്ട് നിനക്ക് തോന്നുന്നില്ലേ? അല്ല, ദേവി പറഞ്ഞ പോലെ. ആ, അങ്ങനെ കൊള്ളാം.